ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ട്രാവൽ വീഡിയോ ആണ്. ആദ്യമായാണ് ഒരു ട്രാവൽ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. വേറെ എവിടെയുമല്ല, ദുബായ് ടു കൊച്ചി, കൊച്ചി ടു അബുദാബി. അതായത് മകനെ ദിനേശൻ, ഞാനൊരു 15 ദിവസത്തേക്ക് നാട്ടിലേക്ക് വെക്കേഷന് പോയായിരുന്നു. കൊച്ചിയിലാണ് എൻ്റെ വീട്. കൊച്ചിയിലേക്ക് പോയായിരുന്നു. അതിൻ്റെ ഒരു ട്രാവൽ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈവനിങ് 5 o'clock എൻ്റെ ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് ഡിലേ ആണെന്ന്. 5 o'clock എന്നത് 8 o'clock ആയി മാറി. അപ്പോൾ തന്നെ എല്ലാ പ്ലാനും പൊളിഞ്ഞില്ലേ ആശാനെ. പിന്നെ എന്ത് ചെയ്യാനാ, 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെക്ക് ഇൻ അനൗൺസ് ചെയ്തു. ചെക്ക് ഇൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ഇതാ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. അങ്ങനെ ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു. നേരിട്ട് പോയെന്ന് വെച്ചാൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്കാണ്. അവിടെ പോയിട്ട് എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോകുമ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ പുറത്ത് തന്നെ ഒരു ബസ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി എൻ്റെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെക്ക് ഇൻ ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഹാൻഡ് ബാഗിൻ്റെ വെയിറ്റ് കൂടുതലായിരുന്നു. സാധാരണ ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്യാറില്ല, അങ്ങനെ വെയിറ്റ് ഒന്നും നോക്കാറില്ലായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് വെയിറ്റ് നോക്കിയത്. ശരിക്കും പറഞ്ഞാൽ 7 kg മാത്രമേ ഹാൻഡ് ബാഗിന് വെയിറ്റ് വരാൻ പാടുള്ളൂ. പക്ഷേ എൻ്റെ ഹാൻഡ് ബാഗിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 10 kg ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവരൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ പുറത്തേക്ക് എടുക്കേണ്ട വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടോ നല്ല സ്റ്റാഫ് ആയതുകൊണ്ടോ എന്തോ അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും അവരെന്നെ ഒന്നും പറഞ്ഞില്ല പ്രത്യേകിച്ച്. അപ്പോൾ എൻ്റെ ബസ് വന്നിട്ട് എൻ്റെ ഫ്ലൈറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നിർത്തിയിട്ട്, ഈ ഫ്ലൈറ്റിലാണ് കേട്ടോ ഞാൻ ഇന്ന് പോകണേ, എയർ ഇന്ത്യ എക്സ്പ്രസ്. അപ്പോൾ നിങ്ങളിവിടെ സ്റ്റെയറൊക്കെ കാണാനില്ലേ, അപ്പോൾ ഈ സ്റ്റെയർ വഴിയൊക്കെ കയറുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ ഞാൻ. അതുകൂടാണ്ട് തന്നെ ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആ പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങണ സീനൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. ഇതൊരു നല്ലൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്നിറങ്ങിയിട്ട് എൻ്റെ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ വെൽക്കം ചെയ്തിട്ട് അവിടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സ്റ്റാഫ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എയർ ഹോസ്റ്റസ് കയറുമ്പോൾ തന്നെ നമുക്കൊരു നമസ്കാരം തരും. ആ നമസ്കാരമൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ഞാനും നമസ്കാരമൊക്കെ തിരിച്ചു കൊടുത്ത് എൻ്റെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞാൻ ആ സീറ്റിലേക്ക് വന്നിരുന്നു. ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ അവിടെ തൊട്ട് മുമ്പിലിരുന്ന് വെച്ചാൽ മെനു കാർഡ് എടുത്തിട്ട് ഞാൻ മെനു കാർഡ് നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ അതൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. മെനു കാർഡ് കണ്ടപ്പോൾ ഞാൻ ഒരു സ്നിക്കേഴ്സ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അത് പെട്ടെന്നൊന്ന് കഴിക്കാനായിട്ട് തോന്നിയതാണ് ഫ്ലൈറ്റിൽ വെച്ച്. സാധാരണ ഞാൻ ഒന്നും ഓർഡർ ചെയ്യാറില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എയർ ഹോസ്റ്റേഴ്സ് വന്നിട്ട് ഫ്ലൈറ്റ് സേഫ്റ്റി ഇൻസ്ട്രക്ഷനെ കുറിച്ചൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം എല്ലാ ഫ്ലൈറ്റിലും ഉണ്ടാവും കേട്ടോ. यदि आपातकालीन स्थिति में विमान को पानी पर उतरना पड़े तो इस लाइफ जैकेट को इस तरह से पहने और पट्टी अपनी कमर पर कसकर बांध लें. इसे फुलाने के लिए ദുബായിൽ നിന്ന് എൻ്റെ ഫ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ ദുബായിയുടെ വ്യൂ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ക്ലാരിറ്റിയോടെ എനിക്ക് കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ സെൻട്രൽ സീറ്റിലായിരുന്നിരുന്നു വെച്ചാൽ വിൻഡോ സീറ്റ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് കേട്ടായിരുന്നു, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഉടൻ ലാൻഡ് ചെയ്യുമെന്നും പറഞ്ഞ്. അപ്പോൾ തന്നെ എൻ്റെ ബാഗ് ഇതെല്ലാം എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് റെഡിയായി വന്നു. ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ എന്നെ കാത്തിരുന്നത് ഒരു വമ്പൻ കാഴ്ചകൾ തന്നെയായിരുന്നു. അതിമനോഹരമായ കാഴ്ചയാണ്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് തന്നെ. നല്ലൊരു സീനറി തന്നെയായിരുന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു ബസ് ഉണ്ടായിരുന്നു. ഈ ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾ എയർപോർട്ടിലേക്ക് എത്താനായിട്ട്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്താനായിട്ട്. പക്ഷെ ആദ്യത്തെ ബസ് ഞാൻ സ്കിപ്പ് ചെയ്തായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സീനറി എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഫ്ലൈറ്റൊക്കെ നിൽക്കണതുകൊണ്ട് ഭയങ്കര ഒരു ഫീലിംഗ്, അത് നിങ്ങളോട് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു വമ്പൻ ഫീൽ തന്നെയായിരുന്നു ഇത്. അപ്പോൾ തൊട്ടടുത്ത് ഞാൻ ഫ്ലൈറ്റൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 15 minutes കൂടി ഞാൻ അവിടെ നിന്നായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ബസ് വന്നത് ഒരു 15 minutes എടുക്കുമെന്ന് അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫുകളെല്ലാം പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ചും കൂടി വീഡിയോസൊക്കെ എടുത്ത്
പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ 2 പേരെ കണ്ടായിരുന്നു. ഈ 2 പേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാട്ടെ. കാരണം എന്ന് വെച്ചാൽ ഇവരാണ് നമ്മളെ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് സേഫായിട്ട് നമ്മളിവിടെ എത്തിച്ച 2 പൈലറ്റുമാരാണ് ഇവർ. അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്ന ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാം. 2005 എയർ ഇന്ത്യ എക്സ്പ്രസ് ആദ്യമായി ആരംഭിക്കുന്നത്. ബോയിലോൺ ഏവിയേഷൻ സർവീസിൽ നിന്നും വായ്പാ അടിസ്ഥാനത്തിൽ നിന്നും ലഭിച്ച പുതിയ ബോയിങ് 737 വിമാനം ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരം അബുദാബി റൂട്ടിലായിരുന്നു ആദ്യ സർവീസ്. ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നുമായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രധാന ഓപ്പറേഷനുകൾ. മിഡിൽ ഈസ്റ്റ്, ഗൾഫ് രാജ്യങ്ങളിലേക്കും സൗദി ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തിയിരുന്നത്. പിന്നീട് എയർ ഇന്ത്യ എക്സ്പ്രസ് മലേഷ്യ, തായ്ലാൻഡ്, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ പിൻവലിക്കുകയും ഗൾഫ് സർവീസുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയുമായിരുന്നു. കുവൈറ്റ്, ബഹ്റൈൻ, മസ്കറ്റ്, ദോഹ, റിയാദ്, അബുദാബി, ദുബായ്, ഷാർജ, സിംഗപ്പൂർ എന്നീ അന്താരാഷ്ട്ര കേന്ദ്രങ്ങളിലാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. ഓരോ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ചിറകിൽ ഇന്ത്യൻ സംസ്കാരം, പാരമ്പര്യം എന്നിവയുടെ ചിത്രങ്ങളും നമുക്ക് കാണാൻ പറ്റും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ബസ് വരാനുള്ള സമയമായി. അറ്റത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ബസ്. അപ്പോൾ അങ്ങനെ എൻ്റെ ബസ് എൻ്റെ മുമ്പിലേക്ക് വന്ന് തന്നെ നിന്നായിരുന്നു. അപ്പം ഞാൻ ബസ്സിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ 2 പൈലറ്റുമാരും ഉണ്ട്, നമ്മുടെ കുറച്ച് പാസഞ്ചേഴ്സും ഉണ്ട്. അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ കയറിയിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അപ്പം നല്ലതായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടയേർഡായിട്ട് ഞാൻ ബസ്സിൽ കയറി നിന്നായിരുന്നു. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ എയർപോർട്ടിലേക്കൊന്നും തോന്നണം. അപ്പോൾ നമ്മുടെ പൈലറ്റുമാരാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അവരും എയർപോർട്ടിലേക്ക് പോകണമല്ലോ, എന്തായാലും പുറത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാനും ബസ്സിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലേക്ക് നടന്നു. എയർപോർട്ടിലും ഒരുപാട് പ്രൊസീജിയറെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞതിന് ശേഷം ലഗേജ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 1:30 മണിയായിരുന്നു. 1:30 മണിയായപ്പോൾ തന്നെ ഞാനും ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ ഞാൻ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടായിരുന്നു എയർപോർട്ട് ടാക്സി തന്നെ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ടിൽ തന്നെ ഒരു 2 ലേഡീസ് ഇരിക്കണ്ടായിരുന്നു ടാക്സികൾ ബുക്ക് ചെയ്യാനായിട്ട്. അവരോട് പറഞ്ഞിട്ട് ഞാൻ പേയ്മെൻറ്റും അവിടെ തന്നെ ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ടാക്സി ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും, ഇപ്പോൾ തന്നെ ടാക്സി വരുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ടാക്സി വന്നായിരുന്നു. അങ്ങനെ ഞാൻ ടാക്സിയിലേക്ക് കയറി. ഏകദേശം എനിക്ക് തോന്നുന്നത് എയർപോർട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഉള്ള ദൂരം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 1.25 മണിക്കൂർ മാത്രമേ ഉള്ളൂ കേട്ടോ. രാത്രി ആയതുകൊണ്ട് ട്രാഫിക്കും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്താനായിട്ട് പറ്റി എനിക്ക്. ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ എൻ്റെ ഉമ്മച്ചിയും സിസ്റ്ററിൻ്റെ കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ. സർപ്രൈസ് ആയിട്ട് വന്നിട്ട് തലയടിച്ചുണ്ട് വെള്ളം തൊട്ട് തുടങ്ങണ നമ്മൾ വിളിച്ചതല്ല. നമ്മൾ നീ ബനിയനിട്ടാണ് പറ്റില്ലേ. അപ്പൊ എന്റെ തല തടകണ്ടായിട്ട് തല അടിച്ചുവിട്ടിട്ട് അപ്പൊ ഒച്ചയായിട്ടൊക്കെ എന്താണ് ബാക്ക് ടീഷർട്ട് ഈ ടീഷർട്ട് നന്നായിട്ടൊന്നും ഉണ്ടല്ലേ. വീട്ടിൽ ഉമ്മിച്ചിയും സിസ്റ്ററിൻ്റെ കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എൻ്റെ കുഞ്ഞും വൈഫും ഹോസ്പിറ്റലായിരുന്നു. കുഞ്ഞിന് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അവൻ. അപ്പോൾ അവനെ കാണാനായിട്ട് ഞാൻ വെളുപ്പിനെയുണ്ട് ചെല്ലണത്. പാട്ട് പാടിക്കേ.
അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവനെ ഡിസ്ചാർജൊക്കെ ചെയ്ത് വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഇനി കാണിക്കാൻ പോണ വീഡിയോ ഒരു സ്പെഷ്യൽ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു ഫാമിലിയാണ് കേട്ടോ. എൻ്റെ സിസ്റ്റേഴ്സ്, അളിയന്മാർ, വൈഫ്, ഉമ്മിച്ചി ഇവരെല്ലാവരും ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ എവിടെ പോകണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ദുബായിലേക്ക് പോണേണ്. അപ്പോൾ ഇവരാണ് എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി തരാൻ പോണേണ് കേട്ടോ. അപ്പോൾ എയർപോർട്ടിലേക്ക് വരാനായിട്ട് എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പിള്ളേർക്ക് എല്ലാവർക്കും വന്നോന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ടാണ് ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ടിലേക്ക്. അങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കണമായിരുന്നു. കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തായിരുന്നു ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച്. പക്ഷെ വന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും പോകുമ്പോൾ ഒരാൾക്കും ഉണ്ടാവില്ലല്ലോ. അതേപോലത്തെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാനും. അങ്ങനെ അവരായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ കളിയും ചിരിയെല്ലാം കണ്ടുകൊണ്ടിരുന്ന് അതെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്ന് പോകേണ്ട സമയമായിരുന്നു കേട്ടോ. ചെക്കിൻ അനൗൺസ് ചെയ്തായിരുന്നു. അങ്ങനെ കുറച്ച് നേരവും കൂടി അവിടെ ഞങ്ങൾ ഇരുന്നായിരുന്നു. അങ്ങനെ ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കിടന്ന് എൻ്റെ ചെക്കിൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഇൻഡിഗോ ആയിരുന്നു. അപ്പോൾ ഇൻഡിഗോൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി എൻ്റെ ചെറിയ പോയിരുന്നു. ഞാൻ ബുക്ക് ചെയ്തായിരുന്നു വിൻഡോ സീറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിൻഡോ സീറ്റിലേക്ക് പോയിരുന്നായിരുന്നു. കൂടുതൽ വീഡിയോ ഒന്നും ഇതിൽ എടുത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോയ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും വരുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല, എടുത്തുമില്ല. അപ്പം ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് കൊച്ചിയിൽ അബുദാബിയിലേക്കാണ് ഞാൻ ബുക്ക് ചെയ്തത്. അബുദാബിയിലേക്ക് എത്തുമ്പോൾ തന്നെ മിഡ് നൈറ്റ് ആവും. അവിടെ നിന്ന് ബസ് അല്ലെങ്കിൽ ടാക്സി പിടിച്ചിട്ട് വേണം ദുബായിലേക്ക് പോകാനായിട്ട്. അവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യണത്. അപ്പോൾ അങ്ങനെ വെയിറ്റിങ്ങിലാണ്, ഫ്ലൈറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കൊച്ചിൻ ഇൻ്റർനാഷണലിലെ വ്യൂവും പിന്നെ ഞാൻ റീച്ച് ചെയ്യണ അബുദാബിയുടെ വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം. കൂടുതൽ വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്ത് മാത്രം ഞാൻ വീഡിയോസ് എടുത്തുള്ളൂ. അപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പുറപ്പെടാൻ പോവുകയാണ്. ഇതാണ് കേട്ടോ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു വ്യൂ ആണ്. നൈറ്റ് ആയതുകൊണ്ട് അധികം ക്ലാരിറ്റിയിലൊന്നും കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എടുത്തായിരുന്നു. വിൻഡോ സീറ്റിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ എനിക്കധികം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ. അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നുമില്ല. പിന്നെ ഇതാണ് കേട്ടോ. അപ്പോൾ അബുദാബിയുടെ വ്യൂ ആണിട്ടത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫ്ലൈറ്റിലിരുന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് അത് അബുദാബിയുടെ തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കൊച്ചിനിലെയും ദുബായിലെയും വ്യൂ ഞങ്ങൾക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അബുദാബിയുടെ വ്യൂ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരും എല്ലാവർക്കും ബൈ ബൈ.